ദീപത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പ്രാണിക്കൂർജത്തെക്കുറിച്ചാണ് അല്ലേ. പ്രാണിക്കൂർജത്തിലൂടെ എങ്ങനെ അതിനെ സെൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഹീലിംഗ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാനത് ക്ലിയർ ചെയ്താൽ വിട്ടത്. അപ്പോൾ എന്നാ കരുതി ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. കുണ്ടലിനി ശക്തി നമ്മുടെ തേർഡ് ഐ ഓപ്പണിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആയതായിട്ട് മനസ്സിലാവുന്നത്. കുണ്ടലിനി ശക്തി ഓപ്പൺ ആകുന്നതിനെ കുറിച്ചും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തേർഡ് ഐ ഓപ്പൺ അല്ലെങ്കിൽ മൂന്നാം കണ്ണ്. എന്താണ് ശരിക്കും ഈ മൂന്നാം കണ്ണെന്ന് പറയുന്നത് അല്ലെ? ഇരു പുരികങ്ങൾക്കും മധ്യത്തിൽ കാണപ്പെടുന്ന ആ രേഖയിലാണ് നമ്മുടെ സോള് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും. അപ്പം സോളിനെ ആത്യന്തികമായിട്ട് ഇവിടെ ഉണർത്തുക എന്നതാണ് മൂന്നാം കണ്ണ് അല്ലെങ്കിൽ തേർഡ് ഐ ഓപ്പണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മൂന്നാം കണ്ണിനെ ഉണർത്തിയെടുക്കാം അല്ലേ? ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പ്രാണിക്കൂർജം അല്ലെങ്കിൽ കോസ്മിക് എനർജി വഴി നമുക്ക് ഈ ആജ്ഞാചക്രം ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ആജ്ഞാചക്രം ഓപ്പൺ ആകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയോട്ട് കടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ചക്ര മെഡിറ്റേഷനെ കുറിച്ചും അല്ലെങ്കിൽ ഓറാസിനെ കുറിച്ചും അറിയാത്ത വ്യക്തികൾക്കും ഈ തേർഡ് ഐ ഓപ്പണിംഗ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് ഐ ഓപ്പണിംഗ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഈ പുരിക മധ്യത്തിൽ ഒരു തുടിപ്പ് പോണക്ക് അനുഭവപ്പെടുക. നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പുറത്തു പോയി 10 പേരോട് പറയുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് നമ്മുടെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സംശയം തോന്നുന്ന പല ചോദ്യത്തിനുമുള്ള ഉത്തരം എനിക്ക് തന്നത് എൻ്റെ സോളാണ്. അപ്പൊ സോളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ധ്യാനത്തിലൂടെ നമുക്ക് സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി കിട്ടാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് സോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സോൾ അതിനെ വഴികാട്ടി തുടങ്ങും. തേർഡ് ഐ ഓപ്പണിംഗ് അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിക്ക് അത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ വഴികാട്ടുക എന്നുള്ളത് സോളിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ശരീരത്തിൽ ആ സോൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലൈഫിൽ യാതൊരു സക്സസ്സും ഉണ്ടാകാതെ ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അവരിങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പലരോടും തൻ്റെ പരാധീനതകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരിൽ നിന്ന് എന്ത് സഹായം സ്വീകരിക്കാൻ ഒരു മടിയില്ലാതെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ളവരുടെയൊക്കെ സോള് ശരിക്കും അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മാഭിമാനമാണ് വിശുദ്ധി ചക്ര തരുന്നെങ്കിൽ ആജ്ഞാചക്ര ഇവിടെ തരുന്നത് ഞാനെന്ന ബോധത്തെയാണ്. ശരിക്കും ഞാൻ ആരാണ്, എനിക്കുള്ളിൽ എന്താണ്, ശരിക്കും ഞാനെന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല, ഇതിനുള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് തേർഡ് ഐ ഓപ്പണിങ്ങിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഒരാളെ കാണുന്ന സമയത്ത് ആ വ്യക്തി കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ ഈ സോളിന് അത് തിരിച്ചറിയാൻ സാധിക്കുകയും നമുക്കത് ബോധ്യപ്പെടുത്തി തരികയും ഒക്കെ ചെയ്യും. അപ്പം തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് നിഷ്പ്രയാസം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോരുത്തരുടെ അനുഭവം ഓരോ രീതിയിലാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് ഓരോ രീതിയിൽ പക്വതയുള്ളവരാണ്. എത്ര ജന്മങ്ങൾ സോള് ജീവിച്ചു തീർത്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സോളിന്റെ പ്രായവും പക്വതയും തീരുമാനിക്കുന്നത്. അപ്പം ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ ശരീരത്തിരിക്കുന്ന സോളിന് നമ്മളെക്കാൾ പ്രായവും പക്വതയും ഉണ്ടാവാം. അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് അറിവുകൾ വിഭിന്നമാണ്. ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. പക്ഷെ ധ്യാന സമയത്ത് നമുക്ക് സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 3 മാസക്കാലം സഹജമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3 മാസങ്ങൾക്കിപ്പുറം ആ വ്യക്തിയുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഭയങ്കരമായ മാറ്റം സംഭവിക്കുകയാണ്. ഈ മാറ്റം വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല, മറിച്ച് അത് അനുഭവിച്ചറിയേണ്ട ഒരു സത്യമാണ്. അത് യാത്ര ചെയ്തെങ്കിൽ ആ ഒരു പാത്തിലൂടെ നമുക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം. ഓരോരുത്തരുടെയും ധ്യാന അനുഭവങ്ങൾ ഓരോ രീതിയിലാണ്. എൻ്റെ ഒരു ഹീലിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഹീലിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടാവാം, അല്ലേ? അത് ആത്മീയതയിലാവാം, നമ്മുടെ റിയൽ ലൈഫിലാവാം. ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു, നമുക്കതറിയാം. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ 100 പേരുടെ അടുത്ത അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ സോളിനോട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിനുള്ള ഉത്തരം വ്യക്തമായിട്ടുമുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു മനസ്സിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസാരം, നമ്മളുടെ ആ ഒരു ശബ്ദത്തെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കാതെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണെങ്കിലും ഹീലിംഗ് സെക്ഷൻ ആണെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ പുറത്തു പോയി 10 പേരുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു സമസ്യ വന്നു, ഒരു പ്രശ്നപരിഹാരം വേണം, അത് നിങ്ങൾ പുറത്തു പോയി 10 പേരുടെ അടുത്ത് സംശയം ചോദിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ആത്മാവിൻ്റെ വിളി കേൾക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അപാരമാണ്. അതുവരെ കലവില സംസാരിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിക്ക് ഈ സോളെന്ന തിരിച്ചറിവ് വരുന്നതോടുകൂടി അവരുടെ സംസാരത്തിൽ മിതത്വമായ സംസാര ശൈലിയിലോട്ട് മാറും. കാരണം അവര് ഒരുപാട് സംസാരിക്കാതെ 1-2 വാക്കുകൾ ഉത്തരം പറയുകയും ആ 1-2 വാക്കുകൾ കേൾക്കുന്ന വ്യക്തിയെ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. എപ്പോഴും സന്തോഷമുള്ള ഒരു പ്രകൃതമായിട്ട് മാറും. ഓരോ നിമിഷവും പരമമായ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. അത് എത്ര വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും ഈ പരമമായ ആനന്ദത്തെ മനസ്സിലാക്കി അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഈ സോളെന്ന തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് പരമമായ ആനന്ദം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുക, ഈ നിമിഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഓരോ ഓരോ അണുവിലും ആ സന്തോഷത്തെ തിരിച്ചറിയാൻ സാധിക്കുക. എത്ര ദേഷ്യമുള്ള അവസ്ഥയിലാണെങ്കിൽ കൂടിയും ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് ആ സന്തോഷത്തെ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തേർഡ് ഐ ഓപ്പണിംഗ് ആയ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. പലരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അത്തരക്കാര് വളരെ നിസ്സാരമായിട്ട് ജീവിച്ച് നമ്മളെ കാണിച്ചു തരും. അതും തേർഡ് ഐ ഓപ്പണിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പം പലരും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ പരക്കെ ന്യൂസ് എടുത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ. ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ന്യൂസിനെ റിലേറ്റ് ചെയ്ത് ഞാനത് പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കയ്യിൽ കിട്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടാതാവുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് ഇന്ന് പല ന്യൂസുകളും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയതയിലോട്ടോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലോട്ടോ വരുന്ന സമയത്ത് സ്വന്തം ആത്മാവിന്റെ വാക്ക് കേട്ട് ആ സ്വന്തം ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് അത്തരക്കാര് പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓരോ പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നിൽ വരുന്ന വ്യക്തികളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നീട് വളരെ സുന്ദരമായിട്ട് പോകുന്നത് കാണാം. കാരണം അവരവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുന്നു. ഒരു മുട്ടായി കഴിക്കുന്നതാണ് അവരുടെ ഇഷ്ടമെങ്കിൽ അത് ആസ്വദിക്കുന്നു. ഒരു മരത്തിന്റെ ഇല അനങ്ങുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് അവർക്ക് തോന്നും. ആ ഒരു മൊമെന്റ് പോലും, ആ ഇലയുടെ അനക്കം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വളരെ സന്തോഷം തരും തേർഡ് ഐ ഓപ്പൺ ആകുന്ന സമയത്ത്. ചുറ്റിലുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. മതമെന്നുള്ള വിചാരം അവിടെ വരുന്നില്ല. മനുഷ്യരെല്ലാം തുല്യരാണെന്നുള്ള കോൺസെപ്റ്റ് വരികയാണ്. ജാതീയ ചിന്തകൾ മാറുകയും മതം എന്നുള്ള ചിന്ത മാറുകയും അതിനപ്പുറത്തേക്ക് മനുഷ്യരെല്ലാം തുല്യരാണെന്നുള്ള ബോധത്തിലേക്ക് വരികയും ചെയ്യും. പലരും മതമില്ല ജാതിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അതെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ നിരക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. തേർഡ് ഐ ഓപ്പൺ ആകുന്ന വ്യക്തിക്ക് എല്ലാവരും തുല്യരാണ്. എല്ലാവരുടെയും വിഷമം ഒരുപോലെയാണ്. എല്ലാവരുടെയും ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്ന ബ്ലഡിന്റെ കളറ് റെഡ് തന്നെയാണ്. അതിനകത്ത് ഹീമോഗ്ലോബിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ആരുടെ ശരീരത്തിൽ നിന്നും ഉന്നത കുലജാതരുടെ ശരീരത്തിൽ നിന്ന് വെള്ള കളറിലുള്ള രക്തമോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന ഇതിലുള്ളവരുടെ ശരീരത്തിൽ നിന്ന് മറ്റേതെങ്കിലും കളർ രക്തമോ വരുന്നത് കാണുന്നുണ്ടോ? ഇല്ല. മറിച്ച് എല്ലാം ഒന്ന് തന്നെയാണ്. എന്നിലുള്ള അതേ ഈശ്വരൻ തന്നെയാണ് നിന്നിലുമുള്ളത്. ഞാൻ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് നീ ശ്വസിക്കുന്നു ഓക്സിജനായിട്ട്. ഈ ബോധം വരികയാണ്. ഞാനെന്ന ബോധത്തിനപ്പുറത്തേക്ക് എല്ലാം തുല്യരാണെന്നുള്ള ചിന്ത
എല്ലാവരുടെയും ശരീരത്തുള്ള സോൾ ഒരേ ഡിവൈൻ എനർജിയുടെ ഭാഗമാണ് എന്നുള്ള ചിന്ത വരികയാണ്. ഇവിടെ ഇവരെ ആരെയോടും ഒന്നും നിർബന്ധിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അവർ പഠിച്ച പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒതുങ്ങി ജീവിക്കാൻ മാക്സിമം ശ്രമിക്കും. കാരണം അവരുടെ വാക്കുകൾ കേൾക്കുന്നവരോട് മാത്രം അവർ സംസാരിക്കും. സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാത്തവരെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കും. ഒന്നിനോടും തർക്കിക്കാനോ ഒന്നിനോടും വഴക്കുണ്ടാക്കാനോ ഇത്തരക്കാർ പോവുകയില്ല. അപ്പൊ തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മുടെ ആത്മാവാണ് അവിടെ ഉണർന്നിരിക്കുന്നത്. അത്തരത്തിൽ ആത്മാവിനോട് സംസാരിക്കുന്ന സമയത്ത്, ആത്മാവ് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനപ്പുറത്തേക്ക് ആത്മാവെന്ന ബോധം വരുമ്പോൾ ശരീരം അവിടെ ഒരു ഘടകം മാത്രമാണ്. ആത്മാവിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് മാത്രമാണ് ശരീരം എന്ന് വരികയും ശരീരത്തെക്കുറിച്ചുള്ള ബോധം മറക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ സോളിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ അണുവിലും പരമമായ ആനന്ദത്തെ നിറച്ചുകൊണ്ട് ചുറ്റിലും കാണുന്ന എല്ലാത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് ആരോടും വഴക്കിനോ വയ്യാവിലിക്കോ അവർ പോകുന്നില്ല എങ്കിൽ അവരുടെ സോള് അത്രയുമേ അവരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഈ സോൾ അത് തിരിച്ചറിവ് വരുന്ന വ്യക്തിക്ക് പിന്നീട് ആരോടും ദേഷ്യമുണ്ടാകുന്നില്ല, ആരോടും വെറുപ്പ് തോന്നുന്നില്ല. കാരണം എന്താണ്, എന്നിലുള്ള ആത്മാവ് തന്നെയാണ് നിന്നിലുമുള്ളത്. ഞാനൊരു ഡിവൈൻ എനർജിയുടെ ഭാഗമായി ഈ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റൊരു ശരീരം സ്വീകരിച്ച ഒരു സോളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തേർഡ് ഐ ഓപ്പണിംഗ് ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് വളരെയധികം റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങും. കാരണം എന്താണ്, അവിടെ ശരീരത്തിനേക്കാളൊക്കെ ഉപരി സോളിനെയാണ് അവർ കാണുന്നത്. അപ്പൊ ഇതൊരു പരമമായ ആനന്ദത്തെ കൊണ്ടുതരുന്നു. അതുപോലെ തന്നെ ഓറ എനർജീസിനെ തിരിച്ചറിയാൻ കഴിയുന്നു. ഓറയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചക്രങ്ങൾ ഏതൊക്കെ ബ്ലോക്ക് ആണെന്ന് സെൻസ് ചെയ്തറിയാൻ സാധിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വെറും ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ സോളെന്ന തിരിച്ചറിവ് വരുന്ന ഒരു വ്യക്തി കാണുന്നത് അങ്ങനെയല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ സാധിക്കുമോ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏതളവിൽ മാറ്റിക്കൊണ്ട് ആ വ്യക്തിയെ സഹായിക്കാൻ സാധിക്കും, ഇത്തരത്തിലൊക്കെ സോളെന്ന തിരിച്ചറിവ് വരുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനത് അനുഭവിച്ചറിയുന്ന ഒരു റിയാലിറ്റിയാണ്. ഇതത്രയും എൻ്റെ ആത്മാവിൻ്റെ യാത്രയിലൂടെ ഞാൻ കണ്ടെത്തിയ പരമമായ സത്യങ്ങളാണ്. ഇതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, മറ്റുള്ളവരുടെ സോളിൻ്റെ വളർച്ചയും ഒക്കെ അനുസരിച്ചിരിക്കും. ഇന്ന് ഇങ്ങനെയൊരു ചിന്തയുമായിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. 2 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ജെൻസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഹീലിംഗ് വേണ്ടവർക്ക് ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഓൾ.